ODD അഥവാ ഓപ്പോസിഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ. ODD എന്ന് പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ബിഹേവിയറൽ ഡിസോർഡറാണ്. ADHD ഉള്ള കുട്ടികൾക്ക് പൊതുവെ ODDയും കാണപ്പെടാറുണ്ട്. OCD, ആങ്സൈറ്റി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഡിപ്രഷൻ, ഓഡിറ്ററി പ്രോസസ്സിംഗ് എന്നിങ്ങനെ പല വിധത്തിലുള്ള ബിഹേവിയർ നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. ODD ഉള്ള കുട്ടികളിൽ കോമണായി കാണപ്പെടുന്ന സിംറ്റംസ് ആണ് ആങ്കർ ആൻഡ് ഇറിറ്റബിലിറ്റി. അവർക്ക് അവരെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ബിഹേവിയർ ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, ഡിസൊബീഡിയൻ്റ് ആയി മറ്റുള്ളവരോട് പെരുമാറുക, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആവുക. അടുത്തതായി കാണപ്പെടുന്ന ഒരു സിംറ്റമാണ് ആർഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് ഡിഫിയൻറ്റ് ബിഹേവിയർ. മുതിർന്നവരും പാരൻസും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരവസ്ഥ, അവരോട് ആർഗ്യൂ ചെയ്യുക, റിക്വസ്റ്റും റൂൾസും റിഫ്യൂസ് ചെയ്യുക, സ്വന്തം മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക. ഇനി അടുത്തതായി കാണപ്പെടുന്ന ഒരു സിംറ്റമാണ് വിൻഡിക്റ്റീവ്നെസ്. എപ്പോഴും മനസ്സിലൊരു റിവെഞ്ചൊക്കെ വെച്ച് നടക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ വളരെ വെറുപ്പോടെയും ദേഷ്യത്തോടെയൊക്കെ കാണുക. കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈമിൽ പാരൻസിൻ്റെ കെയർ ആൻഡ് അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ODD ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ആ കെയറും അറ്റൻഷനും കൊടുക്കണം. എമ്പതി, അതുപോലെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു കൺസിസ്റ്റൻറ്റ് റൂട്ടീൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് അറ്റൻഷൻ, കുട്ടികൾക്ക് റോൾ മോഡലാകുന്ന രീതിയിലുള്ള പെരുമാറ്റം, നല്ലൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എന്നിങ്ങനെ നമുക്കവരെ സപ്പോർട്ട് ചെയ്യാം. ജനിച്ച് വളരുന്ന എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ ജനറ്റിക് ഫാക്ടേഴ്സും ODD പോലെയുള്ള ഡിസോർഡേഴ്സ് വരാൻ കാരണമാകുന്നുണ്ട്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും ബിഹേവിയറൽ തെറാപ്പികളിലൂടെ ഒരു പരിധിവരെ ഇതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.